ഇരിഞ്ഞാലക്കുടയെ മുന്നിൽ നിർത്തി ചാലക്കുടിയെ ഇല്ലാതാക്കേണ്ട RJD. ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്ന പേര് പറഞ്ഞ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനെ അവഗണിക്കുന്നത് ശരിയല്ലെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി പറഞ്ഞു. RJD മേഖലാ കമ്മിറ്റി നടത്തിയ റെയിൽവേ സ്റ്റേഷൻ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചാലക്കുടിയും ഇരിഞ്ഞാലക്കുടയും സ്റ്റേഷനുകൾ തമ്മിലുള്ള ദൂരം 10 കിലോമീറ്റർ താഴെയെങ്കിൽ ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, തിരുവല്ല സ്റ്റേഷനുകളിലെ ഭൂരിഭാഗവും ട്രെയിനുകൾ സ്റ്റോപ്പ് നൽകുമ്പോൾ ഈ ദൂരക്രമം സംബന്ധിച്ച് അധികാരികൾക്ക് മിണ്ടാട്ടമില്ല. ഇരിഞ്ഞാലക്കുടയിലെ റെയിൽവേ വികസനം സ്വാഗതാർഹമാണ്, പക്ഷേ ചാലക്കുടിയെ അവഗണിക്കുന്നത് വെച്ച് പൊറുപ്പിക്കാൻ കഴിയുകയുമില്ല, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ചാലക്കുടിയുടെ മലയോര മേഖലകളെ കേന്ദ്രീകരിച്ച് ട്രാംവേ ട്രെയിൻ ഗതാഗതം ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു. റെയിൽവേ ചരിത്രത്തിൽ 19 നൂറ്റാണ്ട് ചാലക്കുടിയുടെ സുവർണ കാലമായിരുന്നുവെങ്കിൽ ഇന്ന് ഭൂരിഭാഗം ട്രെയിനും പായുന്നത് നോക്കി നിൽക്കുവാനേ ചാലക്കുടിക്കാർക്ക് കഴിയുന്നുള്ളൂ. ചാലക്കുടിക്ക് വേണ്ടി വാദിക്കുവാൻ ജനപ്രതിനിധികളായ MP-യും MLA-യും ശ്രമിക്കുന്നില്ല. ഒരു ഇടപെടലും കേന്ദ്രത്തിലും റെയിൽവേയിലും നടത്തുവാൻ MP-ക്ക് കഴിഞ്ഞിട്ടില്ല. പാർക്കിംഗ് ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചത് പ്രതിഷേധാർഹമാണ്. 2 ആഴ്ച വാഹനങ്ങൾ റെയിൽവേ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്താൽ ചില വാഹനങ്ങളുടെ വിലയേക്കാൾ അധികം തുക പാർക്കിങ്ങിന് റെയിൽവേക്ക് നൽകേണ്ട അവസ്ഥയാണെന്നും യൂജിൻ മൊറേലി പറഞ്ഞു. RJD നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾ പുല്ലൻ അധ്യക്ഷത വഹിച്ചു. RJD സംസ്ഥാന കമ്മിറ്റി അംഗം KC വർഗീസ്, സംസ്ഥാന കൗൺസിൽ അംഗം ജോർജ് V ഐനിക്കൽ, PJ ആന്റണി, ഡേവിസ് കണ്ണമ്പള്ളി, സാബു അമനത്ത്, AL കൊച്ചപ്പൻ, NC ബോബൻ, ഡസ്റ്റിൻ താക്കോൽക്കാരൻ, ആനി ജോയ്, CA തോമസ്, ഹസീന നിഷാബ്, ശിവൻ ഈശ്വരത്ത്, ജനത പൗലോസ്, PK കുട്ടൻ, തോമസ് തണ്ടിയേക്കൽ എന്നിവർ പ്രസംഗിച്ചു. റെയിൽവേക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ യാത്ര ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമല്ല, സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനുകൾ, രാജധാനി പോലുള്ള ട്രെയിനുകളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നിരവധി സമരങ്ങൾ ചെറുതും വലുതുമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്.